ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടി. ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേറെ വേണ്ട ഘടകങ്ങൾ, ഇൻഗ്രീഡിയൻസ്: സവാള കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്. പൊടികളായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്. പിന്നെ ആവശ്യത്തിന് എണ്ണ വേണം, വെളിച്ചെണ്ണ. ഇനി നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഒരു കടായി അടുപ്പത്ത് വെക്കുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് വെക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും വരെ അതൊന്ന് വറുക്കുന്നു. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വഴറ്റുമ്പോൾ വേണമെങ്കിൽ വറ്റൻമുളക് വറുക്കാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇടുന്ന കാരണം പിന്നെ അഡീഷണൽ മുളക് വേണ്ടെന്ന് വെച്ചത് കൊണ്ട് വറ്റൻമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് കോരാം. കോരിയിട്ട് ആ എണ്ണയിൽ തന്നെ ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യാം. തേങ്ങാക്കൊത്ത് ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഊറ്റിയെടുത്ത എണ്ണ അടുത്ത പ്രൊസീജിയറിന് ഉപയോഗിക്കാൻ പോകുക. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇടുക, പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, കൊച്ചുള്ളി ഒരുമാതിരി ലൈറ്റ് കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ. ഈ സമയത്ത് നമ്മൾ സവാള ഇടുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുക. നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടുന്നതാണ് നല്ലത്. അല്ലാതെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. ഒരിച്ചിരി ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ഇച്ചിരി സമയം ഒന്ന് മൂടി വെക്കാം. എൻ്റെ മൂടിയൊന്ന് പൊക്കി നോക്കാം. നമ്മുടെ സവാള കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തീ ഓഫ് ചെയ്തിട്ട് ഈ പൊടിയെല്ലാം ഇടുക. ഇതൊരു അടി കട്ടി കൂടിയ പാത്രമാണ്. അപ്പം അതിൻ്റെ ചൂട് കൊണ്ട് ആ പച്ചപ്പൊക്കെ അത് മാറിക്കോളും. മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡറായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എരിവിനേക്കാൾ കൂടുതൽ കളർ കിട്ടുക എന്നുള്ളത്. അതൊരു 1.5 ടീസ്പൂൺ ഉണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് ഈ പൊടികളുടെ. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടാം. ആദ്യം ആ തീയൊന്ന് കത്തിക്കണം. തീ കത്തിച്ച് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടിങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. ഈ സമയത്ത് നമ്മളൊരിച്ചിരി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു 100 ml തിളച്ചുകൊണ്ടിരിക്കണ വെള്ളം ഒഴിക്കാനുള്ളതാണ്. നമ്മൾ വെള്ളമൊഴിച്ച് തിളച്ചുകൊണ്ടിരുന്ന വെള്ളമൊഴിച്ച് സിമ്മിലിട്ട് മൂടി വെച്ച് ഇനി ഒരു 15 മിനിറ്റ് എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. ആ സമയത്ത് നമ്മൾ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇത് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം.
ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അവിടെ ഇടും. നമുക്കിതൊന്ന് പൊക്കി വെന്തോ ഉപ്പൊക്കെ ശരിയാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ്, എരിവ്, ഇത്രയും കാര്യങ്ങൾ നോക്കണം. അതൊന്ന് തിന്ന് നോക്കുമ്പോൾ എല്ലാം അറിയാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിനുണ്ട്, എരിവ് എല്ലാം കറക്റ്റ്. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡിയായി. ടേസ്റ്റ് നോക്കി കറക്റ്റ്, ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റ്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.